ആലപ്പുഴയിലെ ഹലായിസ്, പിന്നെ മാഹിക്കാരനായ അയൂബ് കേച്ചേരി, പിന്നെ ഒരു സുഹൃത്ത് സാദിഖ്, പിന്നെ ഈ പാവം ഞാനും. കിഴക്കിൻ്റെ വിനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ ഹൃദയഭാഗത്ത് കുറച്ച് സമയം ഞങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ചപ്പോൾ ചില വിചിത്രമായ അനുഭവങ്ങളും അല്പം സംഭവബഹുലമായ ചില ചരിത്രങ്ങളും ഒക്കെ പങ്കുവച്ചു. എപ്പോഴും നമ്മൾ വളരെ കടുകട്ടി കാര്യങ്ങൾക്കപ്പുറത്ത് ചില മീനിങ് ഫുൾ ലൈറ്റ് മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അർത്ഥവത്തായ മൃദുനിമിഷങ്ങൾ, സുഖനിമിഷങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഫീല് പങ്കുവച്ച കുറേ സമയമായിരുന്നു അത്. അയൂബ് കച്ചേരിയെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സവിശേഷവാനായ ഒരു മനുഷ്യൻ, അനിർവചനീയമായ ഭാവങ്ങളോടെ അപ്രതീക്ഷിതമായി എന്തും സംഭവിക്കാവുന്ന മനുഷ്യൻ. പക്ഷേ പുള്ളിക്ക് അടിസ്ഥാനപരമായൊരു സംഗതിയുണ്ട് കേട്ടോ. ഈ മനുഷ്യരോടുള്ള സ്നേഹം, ചേർത്ത് പിടിക്കൽ, ഒരപരിചിതത്വവുമില്ലാത്ത ഒരു ഭാവം, അത് വളരെ ഭംഗിയുള്ള ഒരു അനുഭവമാണ്. അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളതാണ്. ഒരാവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച്, അദ്ദേഹം ദുബൈയിൽ നിന്ന് രാത്രി എത്തി ആലപ്പുഴയിലേക്കെത്തി, ഞാനും ആലപ്പുഴയിലേക്ക് ഓടിയെത്തി. അവിടെ ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ എപ്പോഴും ഭക്ഷണം കഴിക്കാറുള്ളത് ഹലായിസിൽ നിന്നാണ്. നമ്മുടെ കയർ ഫുഡിൻ്റെ ഒരു റീജിയണൽ സ്റ്റോറിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള ഹലായിസ്. പണ്ട് കാലം മുതലേ ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, അവിടുത്തെ അച്ചാറുകൾ വാങ്ങും, ഒക്കെ ചെയ്യാറുള്ളതാണ്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിക്കാനിരുന്നപ്പോൾ രണ്ട് കുട്ടികളും വന്ന് എതിർവശത്ത് ഞങ്ങളോടൊപ്പം ഇരുന്ന് രണ്ട് കസേരയിൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചിരുന്നു. ഇരുന്ന് കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ എപ്പോഴും എന്ന പോലെ അയ്യൂബുക്ക ഞാനും കൊടുക്കാം കാശെന്ന് പറഞ്ഞു. അവർ അത്ഭുതപ്പെട്ടു, ഞങ്ങളുടെ കാശ് എന്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു മറുപടിയുണ്ട്, അത് ഞാൻ പലപ്പോഴും ഈ റീൽസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിൽ വന്ന് പെടുന്ന ഓരോരുത്തരുടെയും മേൽ നമുക്കൊരു ഹക്കുണ്ട് എന്നാണ് പുള്ളി ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു കടമുണ്ട്. ആ കടം തീർക്കാനാണ് അവർ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായൊരു ഫിലോസഫി. അത് ഞാൻ റീലായി പറഞ്ഞിട്ടുണ്ട് പണ്ട്. എങ്ങനെയാണെന്നറിയാമോ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ആളും നമുക്കെന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനോ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു നിമിഷവും ഒരാളും ഒരു സംഭവവും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നില്ല എന്ന് പറയും. അതൊരു തരം ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അയ്യൂബുക്കാടെ അങ്ങനെ ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, അവരോട് നമുക്ക് ഹക്കുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എന്തെങ്കിലും നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അന്നേരം ചെയ്യണം എന്നുള്ളതാണ് അയ്യൂബുക്കാടെ ഒരു ലൈൻ. ഏതായാലും അങ്ങനെ കാശൊക്കെ അടച്ച് വളരെ സന്തോഷപൂർവ്വം പുറത്തിറങ്ങി. അപ്പോഴാണ് ഞാൻ ഈ ഹോട്ടൽ പരിചയപ്പെടുത്തിയത്. അയ്യൂബുക്ക ഒരു ഫുഡി ആയതുകൊണ്ട് ഈ ഹോട്ടലിൻ്റെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞു. ഹലായിസ് ഇങ്ങനെയായിരുന്നു, കേട്ടറിവായിരുന്നു എനിക്ക്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീട് പോലെയായിരുന്നു, പണ്ട് തുടങ്ങിയതാണ്, ഇപ്പോൾ ആലപ്പുഴയിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളതാണ്. ആൾ ഭയങ്കര തബ്ലീഗാണ്, നല്ല ക്വാളിറ്റി ഫുഡാണ്, സത്യസന്ധമാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ മുതലാളിയുമായി ക്രിക്കറ്റ് കളിച്ചപ്പോഴാണ് നമ്മുടെ പ്രിയദർശൻ്റെ കണ്ണിന് ബോൾ എറിഞ്ഞ് കണ്ണിൽ കൊണ്ടത്. അത് പ്രിയദർശൻ ഒരിക്കലും ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. അന്നേരമാണത് അറിയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ പുള്ളിക്ക് അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കണം. നേരെ പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തോട് കാര്യമെല്ലാം പറഞ്ഞിട്ട്, ഞാനും പലപ്പോഴും കണ്ടുപോകുമെങ്കിലും വളരെ സാത്വികനായ ഒരു മനുഷ്യൻ ഇങ്ങനെ ചിലപ്പോൾ ഖുർആൻ ഓതലോ ദിക്റിലോ ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മളിനി പരിചയപ്പെട്ടൊക്കെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞാനങ്ങ് പോകാറാണ് പതിവ്. അയ്യൂബുക്ക് അതേ ഇടിച്ചങ്ങ് കയറി അദ്ദേഹത്തോട് ഈ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ചരിത്രമൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അതായത് 1992 ഒരു വീടായിരുന്നു അത്. താഴെ ഒരു ചെറിയ കടയും മുകളിൽ കുറേ പേര് താമസിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം കൂടി. സേഠ്ജിമാരാണ്. അപ്പോൾ 1992 പറഞ്ഞത്. അപ്പോൾ ആ തൊട്ടടുത്ത് തന്നെ ഭാര്യ നല്ല പർദ്ദയൊക്കെ ധരിച്ച് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ പറഞ്ഞ്, എൻ്റെ മെയിൻ ഷെഫാണിത്, തുടങ്ങിയത് ഇവളുടെ ഒരു മുൻകൈയോടെയാണ്, ഇവളുടെ ഒരു താല്പര്യത്തോടെയാണ്, സ്വന്തം ഭാര്യയുടെ. അപ്പോൾ ഇത്ത വളരെ സന്തോഷത്തോടെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ 1992 അവിടെ എന്തോ ഒരു വീപ്പയുടെ കഷ്ണം എങ്ങാണ്ട് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഈ ചിക്കൻ ഫ്രൈ എങ്ങാണ്ട് ആദ്യമായിട്ടുണ്ടാക്കി അവിടെ വെച്ച് വിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പേര് വരും, അത് വാങ്ങിക്കൊണ്ട് പോകും. അങ്ങനെ ആയപ്പോൾ ആളുകൾ ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങിയെന്ന്, ബിരിയാണി വെച്ച് തന്നുകൂടെയെന്ന്. അപ്പോൾ പുള്ളിക്കാരനൊക്കെ ആദ്യം അത്ഭുതമായിരുന്നു, അത്ര എങ്ങനെ ബിരിയാണി വെച്ച് തരാൻ പറ്റുമോ എങ്ങനെയൊക്കെയാണ്. ഭാര്യയോട് ചോദിച്ചാൽ പറഞ്ഞു, പിന്നെന്താ ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം 10 ബിരിയാണിക്ക് അന്നത്തെ ടാക്സുകാർ, നികുതി വകുപ്പുകാരെന്തോ ഓർഡർ ചെയ്തു. അന്നുണ്ടായ സന്തോഷമൊക്കെ അദ്ദേഹം ഇങ്ങനെ പങ്കുവച്ചു. പിന്നെ അതിനുശേഷം 3000 പേർക്കോ മറ്റോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഗതിയും ഈ ഭാര്യ ചെയ്തത്രേ. പിന്നെ ഭാര്യയുടെ നേതൃത്വത്തിൽ അങ്ങനെ തുടങ്ങി. ഇപ്പം അൽഹംദുലില്ലാ വളരെ മനോഹരമായ ഒരു ഭംഗിയുള്ള ഹോട്ടലായി അതിങ്ങനെ പ്രവർത്തിച്ചു പോരുന്നു. അദ്ദേഹത്തിന് 2 മക്കളായിരുന്നു. ഒരു മോൾ വളരെ ചെറുപ്പത്തിലേ മരിച്ചു. മകൻ ഹംദുള്ള അവിടെ തന്നെയുണ്ട്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി. ഞാനും പരിചയപ്പെട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി അദ്ദേഹത്തിന്. എനിക്ക് അതിനേക്കാൾ സന്തോഷം.
ഞാൻ വർഷങ്ങളായി കയർ ഫെഡ് മാനേജിങ് ഡയറക്ടറായിട്ടിരിക്കുകയൊക്കെ അവിടെ പോവുകയും അവിടുന്ന് ഈ നോമ്പ് തുറക്കലിനുള്ള പല വിഭവങ്ങളും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരികയും പിന്നീട് അവിടുത്തെ പലതരം അച്ചാറുകൾ വാങ്ങിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനങ്ങനെ പരിചയപ്പെടാൻ പോയിട്ടില്ല. എനിക്കൊരു സ്റ്റോറി പോലെയൊക്കെ അറിയാം. ഇതിനിടയിലൊരു കഥയുള്ളത്, എന്തോ പിരിവിനോ സാമ്പത്തിക ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ കണ്ണുകടിയോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് വന്നിട്ട് ഈ കടയിൽ നിന്ന് വെള്ളം തോട്ടിലേക്ക് ഒഴുക്കുന്നു എന്ന് പറഞ്ഞ് എന്തോ നോട്ടീസ് കൊടുത്ത് കട അടപ്പിക്കുകയാണ് ചെയ്തു. പുള്ളി എനിക്ക് തോന്നുന്നു അന്നങ്ങ് തബ്ലീഗിന് പോയി. നാട്ടിൽ വലിയ പ്രശ്നമായി. അന്ന് അവിടുത്തെ MLA ആയിരുന്ന G. സുധാകരൻ സാർ ഇടപെട്ട് മുനിസിപ്പാലിറ്റിയിലൊക്കെ വിളിച്ച് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫയർ ചെയ്തു. നാട്ടുകാരും വളരെ പ്രക്ഷുബ്ധരായി. അവസാനം ഈ ജമാഅത്ത് പോയ മനുഷ്യനെയും കണ്ട് തിരിച്ചു വിളിച്ച് കട തുറപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. എനിക്ക് അതിനേക്കാൾ അത്ഭുതമായൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഈ 2 ദിവസം മുമ്പാണ് കാണുന്നത്. അത് കഴിഞ്ഞ്, അതായത് ഇന്നോ നാളെയോ മറ്റേന്നാളോ, ഇവർ രണ്ടുപേരും കൂടി വേറെ ഏതോ രാജ്യത്ത് പോകാൻ പോവാണ്. ഏതാണ്ട് 65ഓളം രാജ്യങ്ങളിൽ ഇതുവരെ ഭാര്യയും ഭർത്താവും കൂടി തബ്ലീഗിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കണം. ഇങ്ങനൊരു കടയും സ്ഥാപനങ്ങളും ഒക്കെ ആരെങ്കിലും ഇട്ടാൽ പിന്നെ അയ്യോ എങ്ങും പോകാനൊക്കത്തില്ല, ഞാൻ എങ്ങനെ ഇറങ്ങും, ഞാൻ ഇറങ്ങിയാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നവരുടെ ലോകത്താണ് വളരെ സന്തോഷപൂർവ്വം സ്വന്തം ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മുഹമ്മദ് ഹനീഫ് ഹാജി, സേട്ടുണ്ടാവും പേരിൻ്റെ കൂടെ, ഞാനങ്ങനെ എടുത്തു ചോദിച്ചില്ല, കാണാനിടയായത്. അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള സംഭാഷണമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ തിരുവനന്തപുരത്ത് വെച്ച് യൂണിവേഴ്സിറ്റി കോളേജിലെങ്ങാണ്ട് വെച്ച് മത്സരത്തിനിടയിലാണ് ബോൾ ചെയ്ത് ഈ പ്രിയദർശൻ്റെ കണ്ണിന് ഏറുകൊള്ളുന്നതും കണ്ണ് ചുരുങ്ങുന്നതുമൊക്കെ. അദ്ദേഹം പിന്നെ കല്യാണത്തിനൊക്കെ വിളിച്ചതും എപ്പോൾ പോയാലും വിളിക്കാറുണ്ടെന്നും കയറാറുണ്ടെന്നും മക്കളുടെ പരിപാടികൾക്കൊക്കെ വരുമെന്നും ആ സ്നേഹവും സൗഹൃദവും ഒക്കെ പണ്ടത്തെ പോലെ ഉണ്ടെന്നും ഒക്കെ വളരെ ഭംഗിയോടെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഭാര്യ ഉണ്ടാക്കിയ ചില സാധനങ്ങൾ ഭയങ്കര മധുരമുള്ളത്, അതെനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും, മധുരം ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അതൊക്കെ കഴിച്ചു ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഞങ്ങൾ കറങ്ങി ഇങ്ങനെ പോരുന്നു. ഞാൻ പറഞ്ഞത് അതിനും കാരണമായത് ഈ അയൂബ് കച്ചേരി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അയൂബ് ക ഇല്ലെങ്കിൽ ഞാൻ സാധാരണ പോകുന്ന പോലെ കഴിക്കും, ചിലപ്പോൾ ഒന്ന് കയറിയെങ്കിൽ പോരും. എന്നെ ആദ്യം അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ആരാണെന്ന്. പിന്നെ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് അല്ലോ ആരാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് സംസാരിച്ചത്. ഭയങ്കര സന്തോഷമുള്ള മനോഹരമായൊരു നിമിഷമായിരുന്നു. അതും പങ്കുവെക്കുകയാണ് നിങ്ങളുമായി.